ഇപ്പോഴും വളഞ്ഞ വഴിയിലൂടെ ഭീരുക്കളായിട്ടുള്ള അമേരിക്കയും ഇസ്രയേലും ആക്രമണം അഴിച്ചുവിടുന്നത്. ഇറാന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം കൊല്ലപ്പെട്ടത് അങ്ങനെയുള്ള വളഞ്ഞ വഴിയിലുള്ള ആക്രമണത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇറാനുമായുള്ള ഒരു ചർച്ച നടക്കുമ്പോൾ ഇറാൻ കരുതലോടെ തന്നെയാണ് നീങ്ങുന്നത്. ചർച്ചയ്ക്കിടയിലും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം. ആ രീതിയിലാണ് ട്രംപിന്റെ ബോഡി ലാംഗ്വേജ്. ട്രംപിന്റെ വാക്കുകൾ വിശ്വസനീയമല്ല. ഒരു രാജ്യത്തെ ഭരണത്തലവനെ തട്ടിക്കൊണ്ടുപോകാനും അതിനെ ന്യായീകരിക്കാൻ UN ശ്രമിക്കുമ്പോൾ ട്രംപിൽ എന്ത് തോന്നിയാസവും എന്ത് തെമ്മാടിത്തരവും ആകാം എന്നുള്ളതാണ് അയാളുടെ ശൈലി. അത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വൃത്തികെട്ട മോശക്കാരനായ ഒരു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് എന്ന് വളരെ വ്യക്തമായി പറയാൻ കഴിയുന്ന സാഹചര്യം. മുൻകാലങ്ങളിലൊക്കെ അത്തരത്തിൽ പലരും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇവിടെ സമാന വർത്തമാന കാലത്തിൽ ഡൊണാൾഡ് ട്രംപോളം പൈശാചികത നിറഞ്ഞ വിഷം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. നോക്കൂ, ഇറാനെതിരെ അമേരിക്ക വീണ്ടും ചില ഉപാധികൾ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നു. അതിനെ ഒരു രീതിയിലും അംഗീകരിക്കാൻ ഇറാൻ തയ്യാറാകുന്നില്ല. യുദ്ധ സാഹചര്യത്തിൽ ഇറാൻ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ നിയന്ത്രണം കൊണ്ടുവന്നതിന് ഇറാൻ മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്ക നടത്തുന്ന ജൽപ്പനങ്ങളൊന്നും അംഗീകരിച്ചു കൊടുക്കണ്ട എന്ന് തന്നെയാണ് ഇറാൻ പ്രസിഡന്റായ മസൂദ് പെസക്സിയാൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വൈറ്റ് ഹൗസിൽ ഇരുന്നുകൊണ്ട് എന്ത് തോന്നിയാസവും തെമ്മാടിത്തരവും കാണിക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ട്രംപിനോട് തെല്ലും ഭയമില്ലാതെ ഇറാൻ അവരവരുടേതായ കാര്യങ്ങളിൽ മുന്നോട്ട് തന്നെ പോകും എന്നുള്ളത് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. യുദ്ധ സാഹചര്യങ്ങൾ എപ്പോ വേണമെങ്കിലും വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടേക്കാം. ഇസ്രയേലിന് ഈ യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിച്ചത് പോലും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അമേരിക്ക വളരെ വ്യക്തമായി പറയുന്നു, എങ്ങനെയാണോ ഇറാന്റെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ വധിച്ചത്, എങ്ങനെയാണോ പ്രധാനികളായ നേതാക്കളെ ആയത്തുള്ള അലി ഖാംനെയി അടക്കമുള്ളവരെ വധിച്ചത്, അതുപോലെ ഭീരുത്വം നിറഞ്ഞ വളഞ്ഞ വഴിയിലൂടെ വീണ്ടും ഇറാനെ ഉപദ്രവിക്കാം എന്ന ലക്ഷ്യബോധവുമായാണ് അമേരിക്ക ഇസ്രയേലുമായി പുതിയ നീക്കത്തിന് കോപ്പ് കൂട്ടുന്നത്. ഇത് വളരെ വ്യക്തമായി ഇറാനോട് സഖ്യരാജ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കരുതൽ വേണം, കരുതലോടെ തന്നെയാണ് മുന്നേറേണ്ടത്. കാരണം ശത്രു എന്നത് നീതിപരമായി യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളല്ല, അനീതിയാണ്. ആ യുദ്ധത്തിന് ഒരു മര്യാദയില്ല. അമേരിക്കയുടെ മര്യാദകേട് ലോകരാജ്യങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തെമ്മാടിത്തരം കാണിക്കുന്ന, തെമ്മാടിത്തരം കാത്തു സൂക്ഷിക്കുന്ന രീതിയിലുള്ള ഭരണകർത്താക്കളാണ് അമേരിക്കയിൽ ഇപ്പോൾ അവിടെ ചുക്കാൻ വഹിക്കുന്നത്. മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അമേരിക്കയിൽ എന്തും തോന്നിയാസവും തെമ്മാടിത്തരവും അമേരിക്കയുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കച്ചവട വാണിജ്യ രീതികളിൽ മാറ്റം വരുത്തുകയും മറ്റുള്ള രാജ്യങ്ങളെ ഉപദ്രവിക്കാൻ ബോധപൂർവം കച്ചകെട്ടി ഇറങ്ങുകയും ചെയ്യുക എന്നതിന്റെ കൂടി അർത്ഥമാണ് എന്ന് പറഞ്ഞ് വരുത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്.